പന്തിരുകുലം. വിക്രമാദിത്യന്റെ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു വരരുചി. താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത വരരുചിക്ക് 12 മക്കൾ പിറന്നു. മേഴത്തോൾ അഗ്നിഹോത്രി, പാക്കനാർ, കാരയ്ക്കൽ മാത, അകവൂർ ചാത്തൻ, വടുതല നായർ, ഉപ്പുകൂറ്റൻ, വള്ളോൻ, രചകൻ, വായില്ലാകുന്നിലപ്പൻ, പാണനാർ, ഉളിയന്നൂർ പെരുന്തച്ചൻ, നാറാണത്തു ഭ്രാന്തൻ എന്നിവരാണ് അവർ. പന്തിരുകുലത്തിന്റെ ഏതാനും കഥകൾ. പണ്ഡിതനായ വരരുചി വിക്രമാദിത്യ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു. വിധിവശാൽ ആ ബ്രാഹ്മണൻ വിവാഹം ചെയ്തത് ആദി എന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട പെൺകുട്ടിയെയാണ്. അവർക്ക് ഒരു മകൻ ജനിച്ചു. കുട്ടിക്കു വായുണ്ടോ? ഉണ്ടല്ലോ, കുട്ടി കരയുന്നുണ്ട്. എങ്കിൽ കുട്ടിയെ ഉപേക്ഷിക്കൂ. വാ നൽകിയ ദൈവം കുട്ടിക്ക് ആഹാരവും നൽകും. അയ്യോ, പെറ്റ കുഞ്ഞിനെ ഉപേക്ഷിക്കാനോ? പക്ഷേ തേവരെ, ഇദ്ദേഹം എന്താണ് പറയുന്നത്? എനിക്കെൻ്റെ ഭർത്താവിനെ ധിക്കരിക്കാനാവില്ല. തേവരെ, എൻ്റെ കുഞ്ഞ്. പതിവ്രതയായ ആദി കുഞ്ഞിനെ ഉപേക്ഷിച്ച് ഭർത്താവിനൊപ്പം യാത്രയായി. അവർക്ക് വീണ്ടും കുട്ടികളുണ്ടായി. എന്നാൽ ഓരോ തവണയും എൻ്റെ 11 മക്കളെയും പല സ്ഥലങ്ങളിൽ ഉപേക്ഷിച്ചു. അടുത്ത കുഞ്ഞിനെ രക്ഷിക്കണം. 12ാമത്തെ കുട്ടി ജനിച്ചപ്പോൾ അവർ നുണ പറഞ്ഞു. കുട്ടിക്ക് വായുണ്ടോ? ഇല്ല. ഒരിക്കലെങ്കിലും അമ്മേ എന്നു വിളി കേൾക്കണം. എങ്കിൽ കുട്ടിയെ എടുത്തോളൂ. ഹാവൂ, ഈ കുഞ്ഞ് രക്ഷപ്പെട്ടു. അവർ വീണ്ടും യാത്രയായി. കുട്ടിക്ക് വിശക്കുന്നുണ്ടാകും, പാൽ കൊടുക്കാം. പക്ഷേ കുട്ടിയുടെ വാ കാണാനില്ല. എങ്കിൽ കുട്ടിയെ ഇങ്ങു തരൂ. ഞാൻ മുകളിലേക്കു പോകാം. വായും നാവുമില്ലാതെ വളർന്നിട്ടെന്തു ഫലം? ഞാനിവനെ ഇവിടെ പ്രതിഷ്ഠിക്കുകയാണ്. ഈ കുട്ടി വായില്ലാകുന്നിലപ്പൻ എന്ന പേരിൽ പ്രസിദ്ധി നേടും. അങ്ങനെ ജനിച്ചപ്പോഴേ ഉപേക്ഷിക്കപ്പെട്ട ആ 12 മക്കൾ പറയിപ്പറ്റ പന്തിരുകുലം എന്ന പേരിൽ അറിയപ്പെട്ടു. മേഴത്തോൾ അഗ്നിഹോത്രി, പാണനാർ, വടുതല നായർ, അകവൂർ ചാത്തൻ, രചകൻ, ഉപ്പുകൂറ്റൻ, പാക്കനാർ, നാറാണത്തു ഭ്രാന്തൻ, വള്ളോൻ, കാരയ്ക്കലമ്മ, പെരുന്തച്ചൻ, വായില്ലാകുന്നിലപ്പൻ എന്നിവരാണ് ആ 12 പേർ. അഗ്നിഹോത്രിയും ദേവേന്ദ്രനും. ഒരു കാലത്ത് നാട്ടിലെ ബ്രാഹ്മണർക്ക് യാഗങ്ങൾ നടത്തുന്നതിൽ താൽപര്യം തീരെ കുറഞ്ഞു. അത് മേഴത്തോൾ അഗ്നിഹോത്രിയെ അസ്വസ്ഥനാക്കി. വർഷങ്ങളായി ആരും സോമയാഗം നടത്തുന്നില്ല. എന്തെങ്കിലും ചെയ്തേ തീരൂ. അതെ, ശരിയാണ്. അഗ്നിഹോത്രി യാഗത്തിനു വേണ്ട ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഹോമദ്രവ്യങ്ങൾ എല്ലാമായി. നെയ്യ് വേണ്ടത്ര ഉണ്ട്. ദർഭ കുറച്ചുകൂടി വേണം, കൊണ്ടുവരൂ. യജ്ഞസാമഗ്രികളുമായി അദ്ദേഹം പെരിയാറിന്റെ തീരത്തെത്തി. യാഗശാല തയ്യാറാക്കി. പവിത്രമായ ഈ സ്ഥലം യാഗത്തിന് ഉത്തമം തന്നെ. ഇവിടെ യജ്ഞസ്തംഭം ഉറപ്പിക്കൂ. അങ്ങനെ തന്നെ. യാഗം ആരംഭിച്ചു. സ്വാഹ. ഒന്നും രണ്ടുമല്ല, അഗ്നിഹോത്രി മുടങ്ങാതെ 99 യാഗങ്ങൾ നടത്തി. അഗ്നിഹോത്രി കേമൻ തന്നെ. 100 യാഗം നടത്തിയാൽ അഗ്നിഹോത്രിക്ക് ഇന്ദ്രപദവി ലഭിക്കും, തീർച്ച. ദേവേന്ദ്രൻ അതറിഞ്ഞു. അഗ്നിഹോത്രിയുടെ 100ാമത്തെ യാഗം മുടക്കിയേ തീരൂ. ഇല്ലെങ്കിൽ അഗ്നിഹോത്രി എൻ്റെ സിംഹാസനം നേടിയെടുക്കും. അതു പാടില്ല. ദേവേന്ദ്രൻ ഒരു കുട്ടിയുടെ രൂപത്തിൽ നിളാതീരത്തെത്തി. യാഗശാലയ്ക്കടുത്ത് ഒരാൽമരമല്ലേ കാണുന്നത്? ഇതിൽ കയറാം. എന്നിട്ട് ഒരു സൂത്രമുണ്ട്. ദേവേന്ദ്രൻ ആൽമരത്തിൽ കയറി. ഇനി അശുദ്ധ വസ്തുക്കൾ യാഗാഗ്നിയിലേക്ക് എറിയാം. എന്താണിത്? അശുദ്ധ വസ്തുക്കൾ? യാഗശാല അശുദ്ധമായി. യാഗം മതിയാക്കൂ. അങ്ങനെ 100ാമത്തെ യാഗം മുടങ്ങി. സൂത്രം ഫലിച്ചു. യാഗം മുടങ്ങി. ഇന്ദ്രൻ സന്തോഷത്തോടെ പോകാനൊരുങ്ങി. അപ്പോൾ ദേവേന്ദ്ര, ചതിവ് അഗ്നിഹോത്രിയോട് വേണ്ട. 99 യാഗങ്ങളുടെ പുണ്യബലത്താൽ ഞാൻ അങ്ങയെ ശപിക്കാൻ പോകുന്നു. പ്രശ്നം തീർത്തില്ലെങ്കിൽ അപകടമാണ്.
അഗ്നിഹോത്രി, അങ്ങ് കോപിക്കേണ്ട. അങ്ങേക്കും അങ്ങയുടെ പിന്മുറക്കാർക്കും യാഗം നടത്താതെ തന്നെ യാഗഫലം ലഭിക്കും. ആ മറുപടി അഗ്നിഹോത്രിയെ തൃപ്തനാക്കി. അഗ്നിഹോത്രി ഇന്ദ്രനെ വന്ദിച്ചു യാത്രയാക്കി. നാറാണത്ത് ഭ്രാന്തൻ. പന്തിരുകുലത്തിലെ മറ്റൊരംഗമായ നാറാണത്ത് ഭ്രാന്തൻ എന്നും രാവിലെ മലയടിവാരത്തെത്തും. ഏലേലയ്യാ ഏലയ്യാ, ഹഹ, അതു കണ്ടില്ലേ? എന്നിട്ട് വലിയൊരു കല്ല് മലമുകളിലേക്കുരുട്ടിക്കയറ്റും. മുകളിലേക്കെത്തിയാൽ കല്ല് താഴേക്കുരുട്ടിവിട്ട് കൈകൊട്ടിച്ചിരിക്കും. ഹഹ ഹഹ. എന്താ നാറാണത്തെ ഇതിൻ്റെ അർത്ഥം? പറയാം. സ്നേഹം, ധനം, സൽപ്പേര് എല്ലാം നേടാൻ ബുദ്ധിമുട്ടാണ്. നഷ്ടപ്പെടുത്താനോ കല്ലുരുട്ടി വിടും പോലെ എളുപ്പം. ഇദ്ദേഹം ഭ്രാന്തനല്ല, ജ്ഞാനിയാണ്. അതെ അതെ. ഒരു ദിവസം രാത്രി ചുടലപ്പറമ്പിൽ ഊം ഊം. ഇന്നത്തെ ഉറക്കം ഇവിടെ. തീ കായുമ്പോൾ തണുപ്പ് അറിയുന്നില്ല. ngേ, ഒരു മനുഷ്യൻ. അത്താഴത്തിനായി. കൊള്ളാം. ആരോ വരുന്നല്ലോ. ചുടലഭദ്രകാളിയും കൂട്ടരുമായിരുന്നു അത്. നമുക്കിയാളെ കടിച്ചു കീറി തിന്നാം. ചോര കുടിക്കാം. എനിക്ക് എല്ലു മതി. കുടും കുടും. പക്ഷേ ഇയാൾക്കു പേടിയില്ലല്ലോ. ഞാൻ പേടിപ്പിക്കാം. ഹാ ഹഹ. പേടിപ്പിച്ചു കഴിഞ്ഞോ? ഹീ. മറ്റു വഴികളില്ലാതെ ഭദ്രകാളി, അങ്ങ് മാറിത്തരണം. ഞങ്ങൾക്ക് ചുടലനൃത്തം ചെയ്യണം. നൃത്തം ചെയ്തോളൂ. ഞങ്ങൾ മനുഷ്യർക്കു മുമ്പിൽ നൃത്തം ചെയ്യില്ല. അത് നിർബന്ധമാണ്. തീയും വെള്ളവും കിട്ടുന്നിടത്ത് അരി വെച്ചുണ്ണും, അവിടെ ഉറങ്ങും. എനിക്കും അത് നിർബന്ധമാണ്. എങ്കിൽ ഞങ്ങൾ പോകാം. പക്ഷേ മനുഷ്യരെ കണ്ടാൽ ഒന്നുകിൽ കൊല്ലണം, അല്ലെങ്കിൽ അനുഗ്രഹിക്കണം. അല്ലാതെ ഞങ്ങൾ പോകില്ല. ഓഹോ, എങ്കിൽ എൻ്റെ ആയുസ്സ് ഒരു ദിവസം കൂട്ടിത്തരിക, അല്ലെങ്കിൽ കുറയ്ക്കുക. അയ്യോ, അതിനാർക്കും കഴിയില്ല. നാശം. എങ്കിൽ ഇടതുകാലിലെ മന്ത് വലതുകാലിലാക്കി വേഗം സ്ഥലം വിടൂ. ശരി. അടുത്ത നിമിഷം. അങ്ങനെ ചുടലഭദ്രകാളിയും പ്രേതങ്ങളും തോറ്റുമടങ്ങി. പിന്നീടൊരിക്കൽ നാറാണത്ത് ഭ്രാന്തൻ സദ്യയുണ്ണാൻ പോകുമ്പോൾ, എനിക്കും സദ്യയുണ്ണണം. വന്നോളൂ. പക്ഷേ ഞാൻ ഉണ്ണുന്നിടത്ത് നിന്ന് ഉണ്ടാൽ ഞാൻ കുടിക്കുന്നിടത്ത് നിന്ന് കുടിക്കണം. സമ്മതിച്ചോ? സമ്മതിച്ചു. ഒന്നിച്ചിരുന്ന് അവർ ഉഗ്രൻ സദ്യയുണ്ടു. കൊള്ളാം, ഗംഭീരം. ഉഗ്രൻ. കുറച്ച് പായസം കൂടി. മടങ്ങുമ്പോൾ ഭയങ്കര ദാഹം. എനിക്കും. വാ. അവർ കയറിയത് ഒരു ആലയിൽ. ഗ്ലം ഗ്ലം. ഹോ, ഉരുകുന്ന ഓട് കുടിക്കുകയോ? ഒരിക്കൽ ഭ്രാന്തൻ ഉറുമ്പുകളെ എണ്ണുമ്പോൾ ഒരു പ്രമാണി, എത്രയായി നാറാണത്തെ? 10,000 പോയി. ഇനി 10,000 കൂടി പോകുമ്പോൾ ശരിയാകും. അപ്പോൾ ഞാൻ ചികിത്സയ്ക്ക് 10,000 കാശ് ചിലവഴിച്ച കാര്യം ഭ്രാന്തൻ അറിഞ്ഞിരിക്കുന്നു. ഇനി 10,000 കൂടി മുടക്കിയാൽ തൻ്റെ രോഗം മാറും. അദ്ദേഹം 10,000 പണം കൂടി ദാനധർമ്മങ്ങൾക്കും ചികിത്സയ്ക്കുമായി ചെലവഴിച്ചു. ഇതാ, ഇതു വാങ്ങൂ. അവിടുത്തെ ദൈവം രക്ഷിക്കും. ഇതു വൈദ്യന്. സന്തോഷം. വൈകാതെ, നാറാണത്തെ, അങ്ങ് പറഞ്ഞത് സത്യമായി. എൻ്റെ രോഗം മാറി. സമാധാനമായി പൊയ്ക്കൊള്ളൂ. നന്ദി. അങ്ങ് ഒരു ദിവ്യൻ തന്നെ. പെരുന്തച്ചൻ. പന്തിരുകുലത്തിലെ തച്ചനാണ് ഉളിയന്നൂർ പെരുന്തച്ചൻ. ഒരിക്കൽ തച്ചൻ്റെ വീട്ടുമുറ്റത്ത് എന്താ വന്നത്? അമ്പലത്തിലെ ഊരാൺമക്കാർ പറഞ്ഞിട്ട് വന്നതാ. അത്രടം വരണം. ശരി. അവിടെ എത്തിയതും, പെരുന്തച്ച, ഇവിടെ ഒരു കുളം കുഴിപ്പിക്കാനാണ് വിളിപ്പിച്ചത്. ശരി. പെരുന്തച്ചൻ സ്ഥാനം നോക്കി കുളം കുഴിക്കുന്നവർക്ക് നിർദ്ദേശങ്ങൾ നൽകി. അപ്പോൾ, കുളം നല്ല വട്ടത്തിൽ വേണം കേട്ടോ. വട്ടത്തിലോ? അത് വേണ്ട, നീളത്തിൽ തോട് പോലെ മതി. അതു ശരിയാവില്ല. കുളം ചതുരത്തിലാവട്ടെ. ത്രികോണാകൃതിയിൽ കുളമുണ്ടാക്ക്. അതാ നല്ലത്. ആരു പറഞ്ഞു? ഒരു കോഴിമുട്ടയുടെ ആകൃതിയിൽ മതി. കാണാൻ രസമാ. പ്രമാണിമാരെ പിണക്കാതെ കുളം ഉണ്ടാക്കണം. എന്താ വഴി? സൂത്രമുണ്ട്. വൈകാതെ പണി തീർന്നു. പെരുന്തച്ചൻ നിർമ്മിച്ച കുളം കണ്ടവർ അത്ഭുതപ്പെട്ടു. ഇതു കണ്ടില്ലേ, കുളം ത്രികോണം പോലെ. ഇവിടെ നിന്നു നോക്കുമ്പോൾ കുളം ചതുരത്തിലാണ്. കൊള്ളാമല്ലോ. കുളം വട്ടത്തിലാ.
ഇവിടെ നിൽക്കുമ്പോൾ നീളത്തിലാണെന്ന് തോന്നും. ഇവിടെ നിന്നാൽ കുളത്തിന് കോഴിമുട്ടയുടെ ആകൃതിയാണ്. അങ്ങനെ വിചിത്ര രൂപത്തിൽ കുളം നിർമ്മിച്ച് പെരുന്തച്ചൻ പ്രസിദ്ധനായി. ഒരിക്കൽ പെരുന്തച്ചൻ നദിക്കു കുറുകെ ഒരു പാലം പണിതു. അതിൽ ഒരു പാവ ഉണ്ടായിരുന്നു. ആളുകൾ പാലത്തിൽ കയറുമ്പോൾ പാവ വെള്ളത്തിലിറങ്ങും. ആൾ നടന്നെത്തുമ്പോൾ മുകളിൽ വന്നിട്ട് ഷീ ഷീ. കൊള്ളാമല്ലോ, പെരുന്തച്ചൻ ആൾ മിടുക്കൻ തന്നെ, ഉഗ്രൻ പാവ. ഹഹ ഹഹ. പെരുന്തച്ചന്റെ മകൻ ഇക്കാര്യം അറിഞ്ഞു. മകൻ മറ്റൊരു പാവയുണ്ടാക്കി. ഒരു തമാശ ഒപ്പിക്കാം. പെരുന്തച്ചന്റെ പാവ തുപ്പാനുയർന്നതും മകന്റെ പാവ ഉയർന്നു വന്ന് ഠേ. ആളുകൾ പൊട്ടിച്ചിരിച്ചു. പെരുന്തച്ചന് അതിഷ്ടമായില്ല. ഹഹ, കൊള്ളാം, അച്ഛനേക്കാൾ മിടുക്കനാ മകൻ. ഒരു ദിവസം തച്ചൻ പണിയായുധങ്ങളുമായി പുറപ്പെടുമ്പോൾ, അച്ഛാ എങ്ങോട്ടാ? "ങ്ങാ, ഒരിടം വരെ പോകണം." അച്ഛൻ എവിടേക്ക് പോകുന്നു എന്നറിയണം. എത്ര ശ്രമിച്ചിട്ടും മേൽക്കൂര ഉറയ്ക്കാത്ത ഒരു ക്ഷേത്രത്തിലേക്കാണ് തച്ചൻ പോയത്. മറ്റു പണിക്കാർ ഉണ്ണാൻ പോയിരിക്കുന്നു. ഇപ്പോൾ മേൽക്കൂര ഉറപ്പിച്ചാൽ സൂത്രം ആർക്കും മനസ്സിലാവില്ല. ഹഹ, കണ്ടു, കാര്യം മനസ്സിലാവുകയും ചെയ്തു. വലത്തെ കഴുക്കോലിൽ അടിക്കൂ, മേൽക്കൂര ഉറയ്ക്കും. തച്ചൻ മകൻ പറഞ്ഞ സ്ഥലത്ത് വെറുതെ ഒന്നടിച്ചു. "ങ്ങേ, മേൽക്കൂര ഉറച്ചു." മറ്റു പണിക്കാർ ഓടി വന്നു. "ങ്ങേ, മേൽക്കൂര ശരിയായിരിക്കുന്നു." തച്ചന്റെ മകൻ കേമൻ തന്നെ. ഒരിക്കൽ തച്ചനും മകനും കൂടി ഒരമ്പലം പണിയാൻ പോയി. ടപ്പ് ടപ്പ്. പണിയുന്നതിനിടയിൽ തച്ചന്റെ ഉളി അബദ്ധത്തിൽ താഴേക്കു വീണു. ഉളി വന്നു വീണത് "ങ്ങേ." അങ്ങനെ അച്ഛന്റെ പിഴവു മൂലം മകൻ മരിച്ചു. പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രമടക്കം കേരളത്തിലെ പല പ്രമുഖ ക്ഷേത്രങ്ങളും പെരുന്തച്ചന്റെ കരവിരുതിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് പറയപ്പെടുന്നു. ഒരു മത്സരം. ഒരിക്കൽ പാക്കനാർ അഗ്നിഹോത്രിയുടെ ഇല്ലത്ത് വന്നപ്പോൾ, "ങ്ങേ, അവിടുത്തെ അന്തർജനം കുടപിടിച്ചു വരുന്നല്ലോ." സ്വഭാവശുദ്ധിയുള്ള ബ്രാഹ്മണ സ്ത്രീകൾ പുരുഷന്മാരുടെ മുമ്പിൽ അങ്ങനെയേ വരൂ. "ഓ, ഇതിലെന്ത്, എൻ്റെ ഭാര്യയുടെ അത്രയും വരില്ല. സംശയമുണ്ടെങ്കിൽ വരൂ." ഹഹ, അതു കൊള്ളാം. ആ സംസാരം അവരെ പാക്കനാരുടെ വീട്ടിൽ എത്തിച്ചു. "ഭാര്യേ, ഇതാ ഒരു വിരുന്നുകാരൻ, ഇരിക്കാൻ പലക കൊണ്ടുവരൂ." പാക്കനാർ വിളിച്ചതും "ദാ വരുന്നു." അത്ഭുതം, പിടിവിട്ടിട്ടും പാളയും കയറും താഴേക്കു വീഴുന്നില്ലല്ലോ. ഹഹ, ഇതാണ് സ്വഭാവശുദ്ധിയുടെ ശക്തി. അവർ ഇരുന്നപ്പോൾ ഭാര്യ ചെന്ന് പാള വലിച്ചുയർത്തി. അതു കഴിഞ്ഞ്, "ഇവിടെയുള്ള നെല്ലിൽ പകുതി കുത്തി അരിയാക്കി ചോറുണ്ടാക്കി കൊണ്ടുവരൂ." "എളുപ്പം കൊണ്ടുവരാം." പാക്കനാരുടെ ഭാര്യ വളരെ കഷ്ടപ്പെട്ട് ചോറുണ്ടാക്കി കൊണ്ടുവന്നപ്പോൾ, "ഇത് കുപ്പയിൽ കളയൂ." "ശരി." അവർ മടി കൂടാതെ ചോറ് ദൂരേക്കെറിഞ്ഞു. "ഇനി ബാക്കി നെല്ലുകുത്തി ചോറുണ്ടാക്കൂ." "ഉണ്ടാക്കാം." "ഇതും കളഞ്ഞേക്കൂ." "അങ്ങനെയാവട്ടെ." "ഇത്ര വേണ്ടിയിരുന്നില്ല." "കണ്ടില്ലേ, ഇനി നമുക്ക് അങ്ങയുടെ ഇല്ലത്തേക്ക് തിരിച്ചു പോകാം." "ശരി, ഇല്ലത്ത്. ഇവിടെയുള്ള നെല്ലിൽ കുറെ കുത്തി അരിയാക്കി ചോറ് വയ്ക്കൂ." "ഇവിടെ അരിയുണ്ടല്ലോ." അന്തർജനം ചോറുമായി വന്നപ്പോൾ, "ഇതു കൊണ്ടുപോയി കളയൂ." "ങ്ങേ, നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? കളയാനാണെങ്കിൽ എന്തിനാ അരി വേപ്പിച്ചത്?" "മര്യാദയ്ക്കു പറയുന്നത് കേൾക്ക്." അന്തർജനം മനസ്സില്ലാ മനസ്സോടെ ചോറ് കൊണ്ടുപോയി. അവർ തിരിച്ചു വന്നപ്പോൾ, "ഇനി കുറെ നെല്ലുകൂടി കുത്തി ചോറുണ്ടാക്കൂ." "പറ്റില്ല, പറ്റില്ല, പറ്റില്ല." അവർ കൊടുങ്കാറ്റുപോലെ അകത്തേക്ക് പോയി വാതിലടച്ചു. "പാക്കനാരെ, നിങ്ങൾ തന്നെ ജയിച്ചു." കാരയ്ക്കലമ്മയും വായില്ലാകുന്നിലപ്പനും. കാരയ്ക്കലമ്മയും ഭർത്താവും വിവാഹം കഴിഞ്ഞ് വായില്ലാകുന്നിലപ്പന്റെ നടയിലെത്തി. അനുജനെ നേരിൽ കണ്ടെങ്കിൽ. അടുത്ത നിമിഷം അനുജൻ പാത്രത്തിലെ പായസം കാണാനില്ല. "ങ്ങേ." കാരയ്ക്കലമ്മ ഓല വാങ്ങിയപ്പോൾ, "ഓലയിൽ എന്തോ എഴുതിയിട്ടുണ്ടല്ലോ." "ങ്ങേ, ഞാൻ വായിക്കാം. പായസത്തിനു പകരം ഈ വടി എൻ്റെ സമ്മാനം. ആപത്തിൽ ഉപകരിക്കും." അവർ വടിയുമായി ഇല്ലത്തേക്ക് തിരിച്ചു. വഴിയിൽ, "നിൽക്കവിടെ, ആഭരണങ്ങൾ തരൂ. പണമുണ്ടെങ്കിൽ അതും." "കൊള്ളക്കാർ." "ങ്ങേ, എന്താ മടിച്ചു നിൽക്കുന്നത്? ആഭരണങ്ങൾ അഴിച്ചു തരൂ." "തരില്ല." "ങ്ങേ, എന്തു പറഞ്ഞു? വെട്ടിക്കൊല്ല് രണ്ടിനെയും." അപ്പോൾ അനുജൻ പറഞ്ഞതുപോലെ ഈ വടി സഹായിക്കും. ഉടൻ, "ഹമ്മേ, ഓടിക്കോ, അയ്യോ, കൊല്ലല്ലേ." ടപ്പ് ടപ്പ് ടപ്പ്.
ഞാൻ ചത്തേ. കൊള്ളത്തലവനും കൂട്ടുകാരും ഓടി രക്ഷപ്പെട്ടു. കാരയ്ക്കലമ്മയും ഭർത്താവും ഒരപകടവും കൂടാതെ ഇല്ലത്തു ചെന്നെത്തുകയും ചെയ്തു. അകവൂർ ചാത്തനും നമ്പൂതിരിപ്പാടും. അകവൂർ നമ്പൂതിരിപ്പാടിന്റെ ഭൃത്യനായിരുന്നു അകവൂർ ചാത്തൻ. ഒരു ദിവസം, ചാത്താ, ഞാൻ മറ്റൊരാളിന്റെ ഭാര്യയെ കണ്ടു. അവളെ വിവാഹം കഴിക്കണം എന്നു തോന്നി. തിരുമേനി, അതു തെറ്റല്ലേ? തീർച്ചയായും ആ തോന്നൽ തെറ്റുതന്നെ. ആ തെറ്റിന് പരിഹാരം ഉണ്ടാവണം. അതു വേണ്ടതു തന്നെ. പാപപരിഹാരത്തിനായി ഞാൻ ഗംഗാസ്നാനത്തിനു പുറപ്പെടുകയാണ്. നീയും വരണം. വരാമല്ലോ. അങ്ങനെ നമ്പൂതിരിപ്പാടും ചാത്തനും ഗംഗാസ്നാനത്തിന് പുറപ്പെട്ടു. എന്തിനാണ് ഈ ചുരയ്ക്ക? അടിയന്റെ ഒരാഗ്രഹമാണ്, കയ്യിലിരിക്കട്ടെ. ശരി. നമ്പൂതിരിപ്പാട് ഗംഗയിലെ പവിത്രമായ സ്നാനഘട്ടങ്ങളിലെല്ലാം മുങ്ങി നിവർന്നു. നീ എന്തിനാ ഓരോ സ്ഥലത്തും ഈ ചുരയ്ക്ക മുക്കുന്നത്? അതും അടിയന്റെ ഒരാഗ്രഹമാ, തടയരുത്. ശരി. തിരിച്ചെത്തിയ നമ്പൂതിരിപ്പാട് ഊണു കഴിക്കാനിരുന്നു. ഛേ, ഈ കൂട്ടാൻ കഴിച്ചിട്ട് ഇറക്കാൻ പറ്റണില്ല. എന്തുപറ്റി? പൊറുക്കണേ, ചാത്തൻ നുറുക്കിത്തന്ന ചുരക്കയാണ് കൂട്ടാൻ വെച്ചത്. ചാത്താ, അടിയൻ. നീ എന്തിനാണ് കയപ്പൻ ചുരയ്ക്ക നുറുക്കി കൂട്ടാൻ വെക്കാൻ കൊടുത്തത്? ചുരയ്ക്ക കഴിക്കുന്നെങ്കിൽ അവിടുത്തെ പാപവും പോയിട്ടില്ല. അങ്ങ് മുങ്ങിയ തീർത്ഥങ്ങളിലെല്ലാം ഞാൻ ഈ ചുരയ്ക്ക മുക്കിയിരുന്നു. ഓഹോ, ചാത്തൻ ആളു മോശമല്ല. ചാത്താ, നീ വലിയൊരു പാഠം തന്നെ പഠിപ്പിച്ചു. ഇനി പറയൂ, എന്റെ തെറ്റിന് എന്തു പ്രായശ്ചിത്തമാണ് വേണ്ടത്? മോഹിച്ച സ്ത്രീയുടെ ഇരുമ്പ് പ്രതിമയുണ്ടാക്കി തീയിൽ വെച്ചു പഴിപ്പിക്കുക, അതിൽ കെട്ടിപ്പിടിക്കുക. നമ്പൂതിരിപ്പാട് അതിനു തയ്യാറായി. പ്രതിമ ഇപ്പോൾ തീ പോലെ പഴുത്തു. ചാത്തനും ജോലിക്കാരും കൊടിൽ കൊണ്ട് പ്രതിമ പുറത്തെടുത്തു. അദ്ദേഹം പ്രതിമയെ കെട്ടിപ്പിടിക്കാൻ ഒരുങ്ങുന്നു. പ്രതിമയ്ക്ക് തീയേക്കാൾ ചൂടാണ്. ദൈവമേ, അരുത്! അങ്ങിനി പ്രതിമയെ കെട്ടിപ്പിടിക്കേണ്ട. അപ്പോൾ പാപം? അങ്ങ് പ്രായശ്ചിത്തത്തിനു തയ്യാറായി. അപ്പോഴേ പാപവും നീങ്ങി. പൂജകളും തീർത്ഥങ്ങളിലെ സ്നാനവും കൊണ്ടല്ല പാപം നീങ്ങുന്നത്, പശ്ചാത്താപവും മനഃശുദ്ധിയും കൊണ്ടാണ്. ചാത്തൻ ഒരു ദിവ്യൻ തന്നെ.